ഓക്കെ ഓക്കെ. അശ്വതി ആലോചിച്ചായിരുന്നോ? എടുത്ത് കളയാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല. ആലോചിച്ചിരുന്നോ? ആലോചിച്ചു. എന്നിട്ട് ഇപ്പം അത് മനസ്സിൽ പോയെന്ന് തോന്നുന്നുണ്ടോ? ഹെവിനെസ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഉണ്ടോ? ആ ഇൻസിഡൻറ്റ്, പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് അത് ഒരു എന്താ പറഞ്ഞ ഒരു ഹെവിനെസ് കുറഞ്ഞു. ഒരു ഔട്ട് ഓഫ് 10 ആണെങ്കിൽ ഇപ്പം എത്ര കാണും? ഇപ്പോൾ ഒരു 6-5. 6-5 ഉള്ളു അല്ലേ? ബാക്കിയെല്ലാം എടുത്ത് കളയാൻ ശ്രമിച്ചിരുന്നോ? തീർച്ചയായിട്ടും. അതോ ഇച്ചിരി മടി കാണിച്ചോ? ഇല്ല ഇല്ല ഇല്ല, അത് കളയണ്ടേ അത്? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ജസ്റ്റ് റിലാക്സ് ചെയ്യുക. നല്ല ശ്വാസം എടുത്തേ. നമ്മൾ ട്രാൻസിൻ്റെ ഏറ്റവും ഡെപ്തിൽ പോയാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നൊരു ശ്വാസം എടുത്തേ, റിലാക്സ് ചെയ്തേ, ആൻഡ് ജസ്റ്റ് കണ്ണെടുത്തോ. സ്ലീപ്പ് ഡീപ്പർ ഡീപ്പർ, കംപ്ലീറ്റ്ലി റിലാക്സ്, കംപ്ലീറ്റ്ലി റിലാക്സ്, കംപ്ലീറ്റ്ലി റിലാക്സ്, കംപ്ലീറ്റ്ലി റിലാക്സ്, കംപ്ലീറ്റ്ലി റിലാക്സ്, റിലാക്സ് ചെയ്ത് കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്തു, കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്തു, കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്തു. മേളത്തെ ലൈറ്റിലൊന്ന് ഫോക്കസ് ചെയ്തേ, മേളത്തെ ലൈറ്റിലൊന്ന് ഫോക്കസ് ചെയ്തേ, മേളത്തെ ലൈറ്റിൽ മാത്രം, മേളത്തെ ലൈറ്റിൽ മാത്രം, മേളത്തെ ലൈറ്റിൽ മാത്രം. ഓക്കെ. ശ്വാസം എടുത്തേ, ആൻഡ് ജസ്റ്റ് സ്ലീപ്പ് കംപ്ലീറ്റ്ലി ഡീപ്പർ, കംപ്ലീറ്റ്ലി ഡീപ്പർ, കംപ്ലീറ്റ്ലി ഡീപ്പർ, കംപ്ലീറ്റ്ലി ഡീപ്പർ, കംപ്ലീറ്റ്ലി ഡീപ്പർ. തുറന്നാൾ മാത്രം എണ്ണിക്കാവോ. ഓപ്പൺ ടൈസ്. ഓക്കെ. ലിൻ്റെ എങ്ങനെയുണ്ട്? റിലാക്സ് ചെയ്തോ. ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ? ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ? ഷോമി റൈറ്റ് ഹാൻഡ്. ഇവിടെ മാത്രം ഫോക്കസ് ചെയ്യില്ല. ഫോക്കസ് ചെയ്യുമ്പോൾ കണ്ണുകൾക്ക് ഭാരം കൂടും. കണ്ണുകൾക്ക് ഭാരം കൂടുന്തോറും കണ്ണുകൾ ഹെവി ആയിക്കൊണ്ടിരിക്കും. കണ്ണുകൾ ഹെവി ആകുന്നതോറും എൻ്റെ സജഷൻസ് എല്ലാം നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ പോയി അതെല്ലാം നിങ്ങളുടെ റിയലായി മാറും കേട്ടോ. ബിക്കോസ് കൈസ് ആർ ഗെറ്റിംഗ് ഹെവിയർ ആൻഡ് ഹെവിയർ. കണ്ണ് ഒട്ടിപ്പിടിച്ച പോലെ കണ്ണ് നല്ല ഫ്ലിക്കർ ചെയ്യുന്നു. ഫ്ലിക്കർ ചെയ്യുമ്പോൾ തുറക്കുമ്പോഴേക്കും നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകം എന്താ? സ്ലീപ്പ് കംപ്ലീറ്റ്ലി ഡീപ്പർ, കംപ്ലീറ്റ്ലി ഡീപ്പർ, കംപ്ലീറ്റ്ലി ഡീപ്പർ. റിലാക്സ് ഈച്ച് ആൻഡ് എവരി മസിൽ ഓഫ് യുവർ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സസ്, കംപ്ലീറ്റ്ലി റിലാക്സിങ്, കംപ്ലീറ്റ്ലി റിലാക്സിങ്, കംപ്ലീറ്റ്ലി റിലാക്സിങ്. ഫുള്ളി റിലാക്സ് ചെയ്തോ, ഫുള്ളി റിലാക്സ് ചെയ്തോ. നിങ്ങൾ 3 പേരും ഫുള്ളി റിലാക്സ്ഡ് ആണ്, കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്, കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഓക്കെ. ലിൻഡ, ഫോർ സം റീസൺ whatever I say become reality. Whatever I say will become your reality right now, right here, right away. Whatever I say will become your reality right now. ലിൻഡ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും മോശം വ്യക്തിയാണ്, ഏറ്റവും അഴുക്ക് വ്യക്തിയാണ്, ഏറ്റവും ചീത്ത വ്യക്തിയാണ്. അത് ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുകയാണ്. നിങ്ങൾ ഉപബോധ മനസ്സ് കറക്റ്റായിട്ട് അത് കേൾക്കുന്നുണ്ട്. എന്നോട് ഷേക്ക് ഹാൻഡ് തരാനോ വർത്തമാനം പറയാനോ എന്നോട് സംസാരിക്കാനോ വന്നാൽ നിങ്ങൾ ഏറ്റവും മോശം വ്യക്തിയോട് സംസാരിക്കും. ഞാൻ എന്നോട് ഷേക്ക് ഹാൻഡ് തരുമോ എന്നോട് സംസാരിക്കും ഒന്നും ചെയ്യരുത്. ബിക്കോസ് ഐ എം എ വെരി ബാഡ് പേഴ്സൺ, വെരി വെരി ബാഡ് പേഴ്സൺ. എൻ്റെ കുറിച്ച് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് ഐ എം എ വെരി ബാഡ് പേഴ്സൺ. എന്നോട് സംസാരിക്കാനോ എൻ്റെ സ്വഭാവം എല്ലാം വളരെ മോശമാണ്. ഒരിക്കലും എന്നോട് സംസാരിക്കാനോ ഷേക്ക് ഹാൻഡ് തരാനോ ഒന്നും നിങ്ങൾ വരില്ല. ഞാൻ തന്നാൽ വെള്ളം പോലും നിങ്ങൾ കുടിക്കില്ല. മാത്രമല്ല ഞാൻ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ദൂരേക്ക് ഓടിപ്പോകുന്നൊരു അഴുക്ക് സ്മെല്ല് പോലും എനിക്ക് ചിലപ്പോൾ വന്നിരുന്നിരിക്കാം. അത്രയും മോശം വ്യക്തിയാണ് ഞാനിപ്പം ലിൻ്റെ തൊടുമ്പോൾ തന്നെ ആ ഒരു ബാഡ് ഫീലിംഗ് ഭയങ്കരമായിട്ട് കിട്ടും. ആ ബാഡ് ഫീലിംഗ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്, അഴുക്ക് ഫീലിംഗ് കിട്ടുന്നുണ്ട്, ഭയങ്കര അഴുക്ക് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ആരൊക്കെ എത്ര നല്ലതെന്ന് പറഞ്ഞാലും ഞാൻ ഈ ലിൻഡ കണ്ടത്തിലുള്ള ലോകത്തിലെ ഏറ്റവും മോശം വ്യക്തിയാണ്, ഏറ്റവും അറപ്പ് വരുന്ന ഏറ്റവും ചീത്ത വ്യക്തിയാണ് ഞാൻ, ഏറ്റവും മോശം വ്യക്തിയാണ് ഞാൻ, ഏറ്റവും അലമ്പ് വ്യക്തിയാണ്, ഏറ്റവും മോശം വ്യക്തിയാണ്. കണ്ണു തുറന്ന് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അയ്യേ ഫീലിംഗ് ആയിരിക്കും. നിങ്ങളെന്നെ വളരെ മോശമായി കാണുന്ന, ഞാൻ വളരെ മോശം. ഇപ്പം തന്നെ ആ കൈ തൊടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മോശം ഫീലിംഗ്, ബാഡ് സ്മെല്ല് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ തന്നെ ഒരു ബാഡ് സ്മെല്ല്, അതുപോലെ ബാഡ് ഫീലിംഗ് എല്ലാം വരുന്നുണ്ട്. വളരെ മോശമായ വ്യക്തിയാണ് കേട്ടോ. വെന്നവരെ ടച്ച് ഹാൻഡ് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി എത്ര മോശമാണ് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എത്ര മോശം വ്യക്തിയാണ് മനസ്സിലാവും കേട്ടോ. കണ്ടോ, ഏറ്റവും മോശം വ്യക്തിയാണ് കേട്ടോ, ഈ അഴുക്ക് വ്യക്തിയാണ്. ഒട്ടുത്തിരി ഓപ്പൺ റൈസ് കെറ്റപ്പ്. ലിൻഡ, റിലാക്സ് ചെയ്തോ നന്നായിട്ട് റിലാക്സ് ചെയ്തോ കേട്ടോ. ചോദിച്ചേട്ടൻ ചോദിക്കോ എന്താ കുട്ടിക്ക് എന്താ പറ്റിയെന്നോ, കുട്ടി എന്താ എന്നോട് സംസാരിക്കുന്നില്ല? ചോദിച്ചേട്ടൻ അല്ല ലിൻഡ, എനിക്ക് ഷേക്കാൻ തരുമോ? എന്താ ഞാൻ പുറകെ നിൽക്കട്ടെ? ഇവിടെ നിൽക്കാം. എന്താ ഞാനൊരു തൊടുന്നില്ല, ഞാനൊരു സൈഡിൽ നിൽക്കുന്നത്. നല്ല വാച്ചാണല്ലോ ലിൻഡ. ഇത്ര നേരം നല്ല സ്നേഹത്തിൽ പെരുമാറുന്നില്ലേ? മോശം വ്യക്തിയാണ്. വെള്ളം തരട്ടെ? വേണ്ട, ചാരി ഞാൻ മാറി നിൽക്കാം. ചാരി ഇരുന്നോ, കംഫർട്ടബിൾ ആയിട്ടിരുന്നോ. ചാരി ഇരുന്നില്ല, ഞാൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ചാരി ഇരുന്നോ. ഓക്കെ ഹാപ്പി അല്ലേ? ജോയിച്ചേട്ടന് ഇഷ്ടമാണോ? ജോയിച്ചേട്ടനോട് ഷേക്ക് ഹാൻഡ് കൊടുക്കോ? കാണട്ടെ, ജോയിച്ചേട്ടനോട് ഷേക്ക് ഹാൻഡ് കൊടുക്കോ? എന്നാ എനിക്ക് കൊടുത്താ. പെട്ടെന്ന് എന്ത് പറ്റിയത്? ലിജു എന്തെങ്കിലും ചെയ്തോ? വഴക്ക് പറഞ്ഞോ? മോശം വ്യക്തിയാണോ ലിജു? നീ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, എനിക്ക് മാച്ച് ഇഷ്ടപ്പെട്ടതല്ലോ.
ഇല്ല. എനിക്ക് ഫോൺ നമ്പർ തരട്ടെ. വേണ്ട. എന്നാൽ ഞാൻ ഒരു കസേര എടുത്ത് ഇവിടെ എടുത്തിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഹിപ്നോസിസിനെ പറ്റിയായിരുന്നു. എന്താ ഇവിടെ ഇരിക്കേ? ഇരുന്നോ? ഞാൻ അടുത്തിരിക്കാം അവിടെ. ഓക്കെ, ഇവിടെ നിന്നോ, ഇവിടെ നിന്ന് അടുത്തുനിന്നോ. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലോ, ഇവരൊക്കെ അറിയാവുന്നവരല്ലേ. പിന്നെന്താ, ഞാനിവിടെ ഉണ്ടല്ലോ. ഓക്കെ ലിൻഡ, നല്ല പെർഫോമൻസ് ആയിരുന്നു. കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. ഒന്ന് ഷേക്ക് നോക്ക്. പറ്റില്ല. ഓക്കെ, ഞാൻ ഗിഫ്റ്റായിട്ടൊരു 1000 രൂപ തരട്ടെ, 1 ലക്ഷം രൂപ തരട്ടെ, 1 കോടി. അതെന്താ കാരണം പറ, എന്താ കാരണം? റീസൺ പറ. റീസൺ മോശം വ്യക്തിയാണ് ഭയങ്കരമായിട്ട്. മോശം വ്യക്തി. ഞാൻ എന്താ ചെയ്തത്? ബാഡ് ടച്ച്. മോശം വ്യക്തി. എപ്പോ ബാഡ് ടച്ച് ചെയ്തു? ഞാൻ ടച്ച് ചെയ്തിട്ടില്ലല്ലോ. ബാഡ് ടച്ച് ചെയ്തോ? മോശം വ്യക്തിയാണ്. മോശം വ്യക്തി. ഇത് കൊള്ളാലോ, ഭയങ്കര മോശമായി. ഓക്കെ, സാറില്ല കേട്ടോ. എങ്കിലും ഒരു ജേർണലിസ്റ്റ് അല്ലേ? ഓക്കെ, എന്നാ ജോയിച്ചേട്ടൻ ഒരു ഷേക്കൻ എടുക്കോ. ജോയിച്ചേട്ടന് എന്നിട്ട് ജോയിച്ചേൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കോ. നേരെ ജോയിച്ചേൻ്റെ കണ്ണിൽ തന്നെ വയ്ക്കോ. നല്ല ശ്വാസം എടുത്തേ. ആൻഡ് സ്ലീപ്പ് ഡീപ്പ്, കംപ്ലീറ്റ്ലി ഡീപ്പ്, കംപ്ലീറ്റ്ലി ഡീപ്പ്, കംപ്ലീറ്റ്ലി ഡീപ്പ്, കംപ്ലീറ്റ്ലി ഡീപ്പ്. ഓക്കെ, നമ്മളെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു പെർസെപ്ഷനാണ്. പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയത്തില്ല, ചില ആൾക്കാർ നല്ലതാണ്, മോശമാണ്. ഇവർ ബേസിക്കലി സജഷൻസ് അധികം എടുക്കാത്ത ആൾക്കാരാണ്. പക്ഷേ ഇത് ഇങ്ങനെ ട്രാൻസിൽ പോകണമെന്നില്ല, നമുക്ക് സബ് കോൺഷ്യസ്ലി വേണ്ട. നമുക്ക് ഒരാൾ പറയണല്ലോ ജോയിച്ചേട്ടൻ മോശം വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് തുറന്നിരിക്കുന്ന സമയത്ത് ഞാനിത് കേൾക്കുന്നെങ്കിൽ ജോയിച്ചേട്ടൻ ആരാ? ഇതുപോലെ നമ്മൾ ഓരോ മതസ്ഥരും ഓരോ പൊളിറ്റിക്സൊക്കെ നമുക്ക് ഇതാണ്. ഇതിൻ്റെ ഏറ്റവും റിലാക്സേഷൻ കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നത് ഡീപ്പ് കംപ്ലീറ്റ്ലി ഡീപ്പ്, കംപ്ലീറ്റ്ലി ഡീപ്പ്, കംപ്ലീറ്റ്ലി ഡീപ്പ്, കംപ്ലീറ്റ്ലി. ലിൻഡ ഈ സമയത്ത് എന്നറിയോ, ലിൻഡ ഈ ലോകത്തിൽ കണ്ട ഏറ്റവും സുന്ദരനായിട്ടുള്ളതും ഏറ്റവും ഹാൻസം ആയിട്ടുള്ളതും ഏറ്റവും സ്നേഹമുള്ള വ്യക്തി ഞാനായിരിക്കും. എന്നോട് ലിൻഡയ്ക്ക് ഭയങ്കര പ്രണയമായിരിക്കും. ഓക്കെ, ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് ഞാൻ വേറെയുള്ള പെൺപിള്ളേരോട് സംസാരിക്കുകയോ അവരോട് തൊടുവോ അവരോട് സംസാരിക്കുകയോ ചെയ്താൽ ലിൻഡയ്ക്ക് ഭയങ്കര അസൂയം, പൊസസീവ്നെസ് തോന്നും. ചിലപ്പോൾ എന്നെ വിളിച്ചോണ്ടൊക്കെ പോകും, ഇങ്ങോട്ട് വാ, എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നും. കാരണം നിന്നെ ഞാനല്ല, നിന്നെ എത്ര സ്നേഹിക്കാൻ വേറെ ആരുമില്ല ഈ ലോകത്തിൽ. എൻ്റെ സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ നീ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്നേഹം. ഇപ്പം ഞാൻ നിന്നെ ടച്ച് ചെയ്യുന്ന പോലെ ആ സ്നേഹം നിനക്ക് ഭയങ്കര പാട്ടുകളായിട്ടും കവിതകളായിട്ടും, നിന്നെപ്പറ്റി ഒത്തിരി കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം നിന്നെ. പക്ഷേ എൻ്റെ സ്നേഹം പുറത്തേക്ക് പോകുന്ന കണ്ടാലോ, ഞാൻ വേറെ ആളും സംസാരിക്കാൻ നീ ഭയങ്കര പൊസസീവ് ആവും, ഭയങ്കര ഇതാവും. എന്നെ ഒത്തിരി ഇഷ്ടമല്ല എനിക്ക്. എന്നെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് നോട്ട് യുവർ ഹെഡ് റൈറ്റ് നൗ. ഇപ്പം തന്നെ തലയാട്ടിക്കാൻ ഇഷ്ടമാണെങ്കിൽ സേ യെസ്, യെസ്, സേ യെസ്, സേ യെസ്, സേ യെസ്, സേ യെസ്. എന്നെ ഒത്തിരി ഇഷ്ടം, ഒത്തിരി ഇഷ്ടം. 1000 തവണ 2000 തവണ ഇഷ്ടമാണ് ഒത്തിരി. സേ യെസ്, 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 യെസ്. 1 2 3 ഓപ്പൺ റേസ് ഗെറ്റപ്പ്, 1 2 3 ഓപ്പൺ റേസ് ഗെറ്റപ്പ്, 1 2 3 ഓപ്പൺ റേസ് ഗെറ്റപ്പ്. എങ്ങനെ ഉണ്ടായിരുന്നോ ട്രാൻസൊക്കെ, റിലാക്സേഷനൊക്കെ? നല്ലായിരുന്നോ? ട്രാൻസ് എല്ലാം കേൾക്കുന്നില്ല ഇവിടെ പറയുന്നത്? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഉറങ്ങുന്നില്ല. ഷേക്കാൻ്റെ തന്നോട്ടെ. യെസ്. മൈക്ക് ഏതാ? ആ മൈക്ക് പിടിച്ചോ വേണമെങ്കിൽ ഒന്ന്. എന്താ കേൾക്കുന്നില്ല? ഷേക്കാൻ്റെ കൊടുക്കണ്ടേ? എന്താ ഷേക്കാൻ്റെ കൊടുത്താ? ഷേക്കാൻ്റെ പൊസസീവ്നെസ് കൂടിക്കൊണ്ടിരിക്കും. 2000 തവണ കൂടിക്കൊണ്ടേ, 5000 തവണ കൂടിക്കൊണ്ടിരിക്കും. ഒന്ന് പിടിച്ചു പറ്റാൻ നോക്കും. എന്താ കൊടുക്കണ്ടേ? അവിടെ ഇരിക്കും, ഞാൻ വരാം. അവിടെ ഇരിക്കും, ഞാൻ വരാം. അവിടെ ഇരിക്കട്ടോ. ഓക്കെ, എന്നാ ഇയാൾക്ക് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ മോശം വ്യക്തിയാണോ? നല്ല വ്യക്തിയല്ലേ? ദേഷ്യം വല്ലതും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്താ? ഓക്കെ ഓക്കെ, അവിടെ ഇരിക്കും. ഫോൺ എന്ത് നമ്പറും തരുമോ? ആ നമ്പറൊന്ന് പറയോ? പറയോ? ഓക്കെ. അവർക്ക് എന്താ ആവശ്യമുണ്ട്? എന്തോ ലിൻഡയ്ക്ക് എന്താ? ഇഷ്ടമില്ല. ഓക്കെ, എന്തായാലും നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാനേ ക്ലാസ് വെച്ച് പോവാണേ. ഓക്കെ, നമ്മളെ മിന്നി കാണില്ല കേട്ടോ. പൊക്കോട്ടെ, ബൈ ബൈ. ആ പോകണ്ടേ? എന്താ? അപ്പോൾ ഞാൻ പോകുന്ന ഒത്തിരി സങ്കടം വരും, കരച്ചിലും കണ്ണ് അറിയാൻ തുടങ്ങും, ഭയങ്കര ഇമോഷണൽ ആവും. ഓക്കെ ലിൻഡ, പോവാണേ കേട്ടോ. ഇനി നമ്മൾ കാണില്ല കേട്ടോ. പോവാണേ, പോവാ. ഓക്കെ, ബൈ 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 ബൈ. പോവാ. എന്താ ഈ മൈക്കും പിടിച്ചോണ്ടാണോ എല്ലാവരും കേൾക്കും പറയുന്നത്? കുഴപ്പമില്ല. എനിക്കൊരു 2000 രൂപ ആവശ്യം ഉണ്ടായിരുന്നു. ആര് തരും? ഉണ്ടോ കയ്യിലെടുക്കാൻ 2000 രൂപ? ഉണ്ടോ?
ഓക്കെ, എന്തായാലും തരും തരും, ഇഷ്ടമാണ്. ഓക്കെ, എന്നായിരുന്നോ? നിങ്ങൾ കണ്ടായിരുന്നോ എന്നെ ഇഷ്ടപ്പെടുന്നത്? ഇവിടെ നിൽക്കുക, നിങ്ങൾ ഇരിക്കുമല്ലേ? ഇവിടെയോ? ഓക്കെ, ഈ സൈഡിൽ. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? എന്നെ എപ്പോൾ തൊട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്? ഇപ്പോഴാണോ, വർഷങ്ങൾക്ക് മുമ്പാണോ, ജന്മങ്ങൾക്ക് മുമ്പാണോ? കുറേ എന്ന് വെച്ചാൽ എത്ര? എത്ര ആണോ?